ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട് നടൻ ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളായിരുന്നു കസ്റ്റംസ് നേരത്തെ പിടികൂടിയിരുന്നത്. അതിൽ തന്റെ ഡിഫൻഡർ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ കസ്റ്റംസിന്റെയും ദുൽഖറിന്റെയും വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കസ്റ്റംസിന്റെ അപ്പലേറ്റ് അതോറിറ്റിയെ സമീപിക്കാൻ ദുൽഖറിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. അതായത് അഡീഷണൽ കമ്മീഷണർക്ക് അപേക്ഷ കൊടുക്കാനാണ് ദുൽഖറിനോട് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നടൻ ദുൽഖർ സൽമാൻ കസ്റ്റംസിന് തന്റെ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലിനി അഡീഷണൽ കമ്മീഷണർ ഒരു തീരുമാനമെടുക്കണം. 10 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി കസ്റ്റംസിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോടതിയിൽ കസ്റ്റംസിന് രൂക്ഷമായ വിമർശനങ്ങൾ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും. ഈ വാഹനം രേഖകൾ പരിശോധിച്ച ശേഷമല്ല ഇവർ വാങ്ങിയത്, അല്ലെങ്കിൽ ഈ വാഹനം കസ്റ്റഡിയിൽ വെച്ച് ഇത്തരത്തിൽ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം, എന്ത് സാഹചര്യമാണുള്ളത് നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി കസ്റ്റംസിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ദുൽഖറിന്റെ വീട്ടിൽ ഈ ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പരിശോധന താരങ്ങളെ കേന്ദ്രീകരിച്ച് ഈ കസ്റ്റംസ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും ഒക്കെ വീട്ടിൽ പരിശോധന നടത്തുന്നു. അമിത് ചക്കാലക്കലിന്റെ 6ഓളം വാഹനങ്ങളാണ് പിടിച്ചത്. പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നും വാഹനങ്ങളും പിടിച്ചെടുക്കാനായില്ല. ദുൽഖറിന്റെ വീട്ടിൽ നിന്നും ആദ്യം 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു. പിന്നീട് ദുൽഖറിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഈ മറ്റൊരു വാഹനം കൂടി പിടിച്ചെടുത്തിരിക്കുന്നു. ഈ അവസാനം പിടിച്ചെടുത്ത ഡിഫൻഡർ വാഹനത്തിന് വേണ്ടിയാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതിന് തൊട്ട് പിന്നാലെ അതിന്റെ തൊട്ടടുത്ത ദിവസം ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും ഒക്കെ വീടുകൾ, പൃഥ്വിരാജിന്റെയും ഒക്കെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. ചെന്നൈയിലായിരുന്ന ദുൽഖർ സൽമാനെ കൊച്ചിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദുൽഖർ അപേക്ഷ നൽകിയിരിക്കുന്നത്. തന്റെ വാഹനം വിട്ടു നൽകണം, തന്റെ ഡിഫൻഡർ കാർ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. അഭിഭാഷകൻ മുഖേനയാണ് ഇത്തരത്തിൽ കസ്റ്റംസിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ അഡീഷണൽ കമ്മീഷണർ ആയിരിക്കും തീരുമാനമെടുക്കുക. അതിനുശേഷം തീരുമാനം കോടതിയെ അറിയിക്കുകയും ചെയ്തും ദുൽഖറിന് അനുകൂലമായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ വാഹനം ഉടൻ തന്നെ വിട്ടു നൽകും. അതല്ല, വാഹനം വിട്ടു നൽകാൻ സാധിക്കില്ല എന്നാണ് കസ്റ്റംസിന്റെ തീരുമാനമാണെങ്കിൽ അതും കോടതിയെ അറിയിക്കുകയും ചെയ്യും.